ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഐസ്ക്രീമിൻ്റെ കോൺ പോലെയുള്ള കോൺ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഷവർമ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കോൺ ഷവർമ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ട കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് അരിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ, കുറച്ചൊന്ന് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മാവ് ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പൊരിച്ചത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജും ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലുള്ള ഉപ്പിനനുസരിച്ചിട്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് ഓരോ ഉരുളയാക്കി എടുക്കാം. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഉരുള തന്നെ ആക്കിയെടുക്കാം കേട്ടോ, എന്നാൽ നമുക്ക് വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഇനി അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളയും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായിട്ടും പരത്തിയെടുക്കണ്ട, എന്നാൽ ഒരുപാട് കട്ടിയിലും പരത്തിയെടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാതും ഒരേപോലെ നീളാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കോണിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ അലുമിനിയം ഫോയിൽ 2ആയിട്ട് ഇതുപോലെ മടക്കിയെടുത്ത ശേഷം ഇതുപോലെ കോണാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 ലെയറിൽ കോണാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കട്ടി കിട്ടും, പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതുപോലെ കോണാക്കി എടുത്ത ശേഷം പിന്നെ മുകളിലുള്ള ഈ എക്സ്ട്രാ ഭാഗമൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ കോണ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ട്രിപ്സ് എടുത്തിട്ട് ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ തുടങ്ങുന്ന സമയത്ത് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ചുറ്റിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും. പിന്നെ ഗ്യാപ്പില്ലാതെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോയിലോട് കൂടി തന്നെയാണ് കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് എടുക്കാം.
അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഫോയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന നേരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോണെല്ലാം ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫോയിൽ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോയിൽ ഈ കോണിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോരും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷവർമ ഫില്ലിങ് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് പിന്നെ ഒരുപാട് സമയം ഇങ്ങനെ വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന നേരം മാത്രം ഫില്ലിങ് നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കോൺ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്